ഒരു കാര്യം നേരിട്ട് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു MP-യുടെ ചില പരിധികളുണ്ട്. നമ്മുടെ സംസ്ഥാന ഭരണം വേറെ ഒരു പാർട്ടിയുടെ കയ്യിലാണോ, നമ്മുടെ കേന്ദ്രഭരണം വേറെ ഒരു പാർട്ടിയുടെ കയ്യിലാണോ, അതിനെ അനുസരിച്ചിട്ടാണ് MP-ക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. MP-യുടെ ജോലി ഇവിടെയല്ല. ഇവിടുത്തെ പാത നന്നാക്കലോ നമ്മളുടെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ ഏത് MP-ക്കും ചെയ്യാൻ സാധിക്കും. ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടു, ഒരു വോട്ടർ പറയുന്നു എൻ്റെ ഒരു എതിരാളി സ്ഥാനാർത്ഥിക്ക്, ഞാൻ 7 ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റിന് വോട്ട് കൊടുത്തു, പക്ഷേ ഈ തവണ ഞാൻ നിങ്ങൾക്ക് വോട്ട് തരാൻ പോവാണ്, കാരണം എനിക്ക് കുറേ മാസങ്ങളായിട്ട് പെൻഷൻ കിട്ടിയില്ല. സത്യം ഇതാണ്. ആ MP-ക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു പെൻഷന് സംസ്ഥാന സർക്കാർ മാറേണ്ടി വരും. അത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമാണ്. ഇതെപ്പോഴും ജനങ്ങൾക്ക് ചിലപ്പോൾ ബോധ്യപ്പെടുത്താൻ ഒരു വെല്ലുവിളിയാണ്. MP-മാരുടെ ജോലി എവിടെയാണ്? ഡൽഹിയിലാണ്. MP തിരഞ്ഞെടുപ്പ് എന്തിനാണ്? നമ്മളുടെ ഭാരതം ആരാ ഭരിക്കാൻ പോകുന്നത് തീരുമാനിക്കാനാണ്. അതുമാത്രമല്ല, ആ തീരുമാനം വന്ന ശേഷം അവിടെ തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാനും തിരുവനന്തപുരത്തിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ വാദിക്കാനും. പക്ഷേ MP ഫണ്ട് വലിയ തുകയല്ല. ഒരു MP-ക്ക് ഒരു വർഷത്തിൽ 5 കോടി കിട്ടും. അതിനെ 7 നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്യണം. അതിൽ 25% SC/ST പ്രോജക്ട്സിന് മാത്രമേ പാടുള്ളൂ. അപ്പോൾ അവസാനത്തിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ 3.5 കോടി ഒരു വർഷം ജനറൽ എക്സ്പെൻഡിച്ചറിനുണ്ട്. അതിനെ 7 പങ്കെടുത്താൽ ഓരോരോ നിയോജക മണ്ഡലത്തിൽ 50 ലക്ഷമേ ഉള്ളൂ. നേരെ മറിച്ച് ഒരേ നിയോജക മണ്ഡലത്തിൽ MP-ക്ക് 50 ലക്ഷമുള്ള സ്ഥലത്തിൽ ഒരു MLA-ക്ക് 6 കോടിയാണ് ഉള്ളത്. കേരള ഓരോരോ സംസ്ഥാനത്തിൻ്റെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. പക്ഷേ കേരളത്തിൽ MLA-ക്ക് 6 കോടിയുണ്ട്. എന്നാലും MLA-മാരെന്ന് പറയും, അയ്യോ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, MP-യോട് പോയി ചോദിച്ചോളൂ. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. MLA ഇനിയും കാശ് വലുതല്ലേ MP, എന്തുകൊണ്ടാണ് MP-ക്ക് ഇനിയും കാശില്ലാത്ത? ഇല്ല, നമ്മൾ സർക്കാർമാരെ ആവശ്യപ്പെടാനേ സാധിക്കില്ല. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ജീവിതത്തെ നന്നാക്കണം. അതിന് നമ്മൾക്ക് ആദ്യം ഓഫ്കോഴ്സ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്ന BJP സർക്കാരിനെ ഡൽഹിയിൽ നിന്ന് പുറത്താക്കി ഞങ്ങളുടെ ഭരണം വന്നിട്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അനുഭവവും കഴിവും ഒക്കെ നമ്മൾക്കുണ്ട്. അതിൻ്റെ ഒപ്പം 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ സംസ്ഥാന സർക്കാരിനും ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ അഥവാ അതോ നടന്നിട്ടില്ലെങ്കിൽ MP-ക്ക് ജോലി ചെയ്യണം. ആ ജോലിയിൽ നമ്മളുടെ സങ്കല്പം കണ്ട് സംസാരിക്കാൻ സാധിച്ചാൽ കൂടി യാഥാർത്ഥ്യമാക്കാനുള്ള ചില കാര്യങ്ങൾ ഒരു MP-യുടെ പരിധിക്കകത്തെ സാധിക്കുള്ളൂ. എനിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പല വ്യത്യാസങ്ങളും ഇവിടെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പ്രഭാഷണം ചെയ്ത്, നിങ്ങൾ യൂട്യൂബിൽ കണ്ടാൽ മതി എൻ്റെ ഓരോരോ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരാൻ. പക്ഷേ സംസ്ഥാന സർക്കാർക്ക് ഭരണം കിട്ടിയാലേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അതൊരു MP-ക്ക് ചെയ്യാൻ സാധിക്കില്ല. MP-ക്ക് ഇവിടെ വന്നിട്ട് കേരള സബ്ജക്റ്റീവ് എഡ്യൂക്കേഷനിൽ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഏത് MP-ക്കും സാധിക്കില്ല എന്ന് പറഞ്ഞാലും. കാരണം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്.